നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട നടപടി. ഗവർണർക്ക് സുപ്രീം കോടതി നോട്ടീസ്. കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട നടപടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സുപ്രീം കോടതി നോട്ടീസ്. ബില്ലുകൾ തടഞ്ഞുവച്ചതിനെതിരെ കേരളം നൽകിയ ഹർജിയിലാണ് നോട്ടീസ് നൽകിയത്. കേന്ദ്ര സർക്കാരിനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. രാഷ്ട്രപതി ബില്ലുകൾക്ക് അനുമതി നൽകാത്തതിനെതിരെയാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത്. സമാനമായ ഹർജിയിൽ പശ്ചിമബംഗാൾ ഗവർണർക്കും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ വിലയിലെത്തി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവിലയിൽ വമ്പൻ ഇടിവാണുണ്ടായത്. പവന് 760 രൂപയാണ് ഇന്നലെ കുറഞ്ഞത്. ഒരു പവന് സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില 51,200 രൂപയാണ്. സ്വർണം, വെള്ളി എന്നിവയുടെ ഇറക്കുമതി ചുങ്കം കുറച്ചുവെന്ന ബജറ്റ് പ്രഖ്യാപനം വന്നതോടുകൂടി ഇവയുടെ വിലയിൽ കുത്തനെ ഇടിവാണുണ്ടായത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 3,800 രൂപയാണ് സ്വർണത്തിന് കുറഞ്ഞത്. വിപണിയിൽ ഇന്ന് 1 ഗ്രാം 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് 6,400 രൂപയാണ്. 1 ഗ്രാം 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 5,310 രൂപയാണ്. വെള്ളിയുടെ വിലയും കുത്തനെ കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് 11 രൂപയോളം കുറഞ്ഞു. ഇന്ന് 1 ഗ്രാം സാധാരണ വെള്ളിയുടെ വില 89 രൂപയാണ്. ആമേഴിഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നം. തോടിന്റെ വിവിധ ഭാഗങ്ങളിൽ 10 AI ക്യാമറകൾ സ്ഥാപിക്കും. ആമേഴിഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ തിരുവനന്തപുരം നഗരസഭ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. ആമേഴിഞ്ചാൻ തോടിന്റെ വിവിധ ഭാഗങ്ങളിൽ 10 AI ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തോട്ടിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടി തുടങ്ങിയെന്നും നഗരസഭ ഹൈക്കോടതിയെ അറിയിച്ചു. മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്താൻ രാത്രികാല സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങി. ജൂലൈ 18 മുതൽ 23 വരെ 12 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 1.42 ലക്ഷം രൂപ പിഴ ഈടാക്കി. 65 പേർക്ക് നോട്ടീസ് നൽകി. തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കിയ ഒരു സ്ഥാപനം അടച്ചുപൂട്ടി. മറ്റൊരു സ്ഥാപനത്തിനെതിരെ പ്രോസിക്യൂഷൻ നടപടി തുടങ്ങിയെന്നും നഗരസഭയുടെ റിപ്പോർട്ടിലുണ്ട്. നഗരസഭാ സെക്രട്ടറിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. പാരീസ് ഒളിമ്പിക്സ്. മലയാളി താരങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം അനുവദിച്ചു. പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ ടീം അംഗങ്ങളായ 5 മലയാളി താരങ്ങൾക്കും അത്ലറ്റിക്സ് ചീഫ് കോച്ച് രാധാകൃഷ്ണൻ നായർക്കും 5 ലക്ഷം രൂപ വീതം അനുവദിച്ചതായി മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു. ദേശീയ മത്സരങ്ങളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച താരങ്ങളായ മുഹമ്മദ് അനസ്, അബ്ദുള്ള അബൂബക്കർ, മുഹമ്മദ് അജ്മൽ, PR ശ്രീജേഷ്, HS പ്രണോയി എന്നിവർക്കാണ് തുക അനുവദിച്ചത്. ഒളിമ്പിക്സിനായുള്ള പരിശീലനത്തിനും മറ്റും തയ്യാറെടുപ്പുകൾക്കുമാണ് ഈ തുക. ശ്രീജേഷിന്റെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ തവണ മികച്ച നേട്ടമുണ്ടാക്കിയ പുരുഷ ഹോക്കി ടീമിൽ ഇത്തവണയും മെഡൽ പ്രതീക്ഷയുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന എല്ലാ മലയാളി താരങ്ങൾക്കും ഇന്ത്യൻ ടീമിനും മന്ത്രി വിജയാശംസകൾ നേർന്നു. ഇടുക്കിയിൽ 3 വയസ്സുള്ള മകന് വിഷം നൽകിയ ശേഷം അമ്മയും ആത്മഹത്യ ചെയ്തു. കുടുംബ പ്രശ്നം കാരണമെന്ന് പോലീസ്. ഇടുക്കി കമ്പംമെട്ടിൽ 3 വയസ്സുള്ള മകന് വിഷം നൽകിയ ശേഷം അമ്മയും ആത്മഹത്യ ചെയ്തു. വിഷം കഴിച്ചാണ് അമ്മയും ജീവനൊടുക്കിയത്. കമ്പംമെട്ട് കുഴിക്കണ്ടം സ്വദേശി രമേശിന്റെ ഭാര്യ ആര്യമോളാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. മകൻ ആരോമൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോമൽ അപകടനില തരണം ചെയ്തു. കുടുംബ പ്രശ്നത്തെ തുടർന്ന് ആര്യമോൾ മകനോടൊപ്പം ജീവനെടുക്കാൻ ശ്രമിച്ചതാണെന്ന് പോലീസ് പറഞ്ഞു. ഇന്നലെ രാത്രിയിൽ ആര്യമോളുടെ വായിലൂടെ നുരയും പതയും വരുന്നത് കണ്ട വീട്ടുകാരാണ് തൂക്കുപാലത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. കൂടെ ആരോമലിനെയും ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. എന്നാൽ ആര്യമോളെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. മൃതദേഹം നിയമപരമായ നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ദമ്പതികൾ കാറിൽ ജീവനൊടുക്കിയ സംഭവം. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. മരണകാരണം മകൻ ലഹരിക്ക് അടിമയായത്. പത്തനംതിട്ട തിരുവല്ല വേങ്ങലയിൽ കാറിന് തീപിടിച്ച് ദമ്പതികൾ മരിച്ച സംഭവത്തിൽ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു. ഏകമകൻ ലഹരിക്ക് അടിമയായതിന്റെ മനോവിഷമം കാരണം ജീവനൊടുക്കുന്നുവെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. മരണത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നും ദമ്പതികൾ പറയുന്നു. തുകലശ്ശേരി സ്വദേശികളായ രാജു തോമസ്, ഭാര്യ ലൈജി തോമസ് എന്നിവരാണ് മരിച്ചത്. ഇവരുടെ മകൻ സ്വകാര്യ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇനി ചികിത്സിക്കാൻ പണമില്ലെന്നും പോലീസ് ഇടപെട്ട തുടർ ചികിത്സ നൽകണമെന്നും കുറിപ്പിൽ പറയുന്നു. ദമ്പതികളുടെ വീട്ടിൽ നിന്നാണ് കുറിപ്പ് കണ്ടെടുത്തത്. കോഴിക്കോട് റോഡിലേക്ക് വീണ സ്കൂട്ടർ യാത്രക്കാരി KSRTC ബസ് കയറി മരിച്ചു. കോഴിക്കോട് വടകര ദേശീയപാതയിൽ കുഴിയിൽ നിന്നും റോഡിലേക്ക് വീണ സ്കൂട്ടർ യാത്രക്കാരി KSRTC ബസ് കയറി മരിച്ചു. ചോറോട് സ്വദേശിനി ഇടമഠത്തിൽ പ്രഭയാണ് മരിച്ചത്. മകന്റെ ഭാര്യയോടൊപ്പം സ്കൂട്ടറിന് പിന്നിൽ സഞ്ചരിക്കുമ്പോഴാണ് അപകടം. കണ്ണൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് വരികയായിരുന്നു ഇരുവരും. വടകര കൊപ്ര ഭവന് സമീപം ദേശീയപാതയിൽ വെച്ച് സ്കൂട്ടർ അപകടത്തിൽപ്പെടുകയായിരുന്നു. പ്രഭയുടെ മകന്റെ ഭാര്യ ശ്രീകലയെ നിസ്സാര പരിക്കുകളോടെ വടകര സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടുനൽകും.
20 കോടിയുടെ തട്ടിപ്പ് കേസ്. മുഖ്യപ്രതി ധന്യ മോഹൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. വലപ്പാട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിൽ നിന്നും 20 കോടിയുമായി മുങ്ങിയ പ്രതി ധന്യ മോഹൻ കീഴടങ്ങി. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് ധന്യ കീഴടങ്ങിയത്. കീഴടങ്ങിയ പ്രതിയെ സ്റ്റേഷനിൽ നിന്ന് മെഡിക്കൽ പരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. 18 വർഷമായി മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്നു കൊല്ലം സ്വദേശിനിയായ ധന്യ. റമ്മി കളിക്കുന്നതിനും ആഡംബര ജീവിതം നയിക്കുന്നതിനുമായിരുന്നു ധന്യ തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. കുടുംബാംഗങ്ങൾക്കൊപ്പം ഒളിവിൽ പോയ ധന്യയ്ക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. പിന്നാലെയാണ് പ്രതി കീഴടങ്ങിയത്. തട്ടിപ്പ് പണം ഉപയോഗിച്ച് ധന്യ വാങ്ങിയ വലപ്പാട്ടേതുൾപ്പെടെയുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടാനും നടപടി തുടങ്ങിയിട്ടുണ്ട്. കൂടോത്രത്തിനെതിരെ ലോക്സഭയിൽ സ്വകാര്യ ബിൽ അവതരിപ്പിച്ച് ബെന്നി ബെഹനാൻ എം പി. കൂടോത്രത്തിനെതിരെ ലോക്സഭയിൽ സ്വകാര്യ ബിൽ അവതരിപ്പിച്ച് ബെന്നി ബെഹനാൻ എം പി. യുക്തിചിന്ത പ്രോത്സാഹന ബില്ലാണ് അവതരിപ്പിച്ചത്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിയമനിർമ്മാണം നടത്താനും യുക്തിചിന്ത പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ബിൽ അവതരിപ്പിച്ചത്. കോൺഗ്രസിൽ കൂടോത്ര വിവാദം ഉയർന്നതിന് പിന്നാലെ ബിൽ അവതരണമെന്നതും ശ്രദ്ധേയമാണ്. സമൂഹത്തിൽ അമിതമായ രീതിയിൽ അന്ധവിശ്വാസം വർദ്ധിക്കുന്നുവെന്നും അതുകൊണ്ട് തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള തീരുമാനങ്ങൾ എടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും അത്തരത്തിലുള്ള നീക്കങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഒരു ബില്ല് എന്നാണ് ബെന്നി ബെഹനാൻ ഇതിലൂടെ വ്യക്തമാക്കുന്നത്. നീറ്റ് UG പുതുക്കിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. ഒരു മലയാളി അടക്കം 17 വിദ്യാർത്ഥികൾക്ക് 1ാം റാങ്ക്. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം പുതുക്കിയ നീറ്റ് UG റാങ്ക് പട്ടിക NDA വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഒരു മലയാളി അടക്കം 17 പേർക്കാണ് പുതുക്കപ്പട്ടികയിൽ 1ാം റാങ്ക് ലഭിച്ചത്. കണ്ണൂർ പള്ളിക്കര പൊടിക്കുണ്ട് സ്വദേശി ശ്രീനന്ദ് ശർമ്മിളയാണ് 1ാം റാങ്ക് നേടിയത്. ആദ്യഫലം വന്നപ്പോൾ 1ാം റാങ്ക് നേടിയ 61 പേരിൽ 4 മലയാളികളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ സുപ്രീംകോടതി ഇടപെടലിനെ തുടർന്ന് പട്ടിക പുതുക്കി പ്രസിദ്ധീകരിച്ചു. പുതിയ പട്ടിക വന്നതോടെ 16,000 വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ പ്രവേശനത്തിനുള്ള അവസരമില്ലാതായി. തെറ്റായ ഉത്തരത്തിന് നൽകിയ മാർക്ക് കുറയ്ക്കാൻ നേരത്തെ സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഒരു ചോദ്യത്തിന്റെ 2 ഉത്തരങ്ങൾ ശരിയായി പരിഗണിച്ച നടപടിയാണ് സുപ്രീംകോടതി റദ്ദാക്കിയത്. 4 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ മാർക്കിൽ ഇതോടെ വ്യത്യാസമുണ്ടായിട്ടുണ്ട്. ചൊവ്വാഴ്ചയാണ് പുതുക്കിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാൻ NDAക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയത്.